KSRTC ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്റെ 10,000 രൂപയും കൂടെ KSRTC തന്ന് എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ വളരെ ഉപകാരം. ഞാൻ വേറെ ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം. അപ്പൊ തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല, ഒരു തരുന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല, പ്രതീക്ഷിക്കുന്നില്ല. തരില്ല. നമ്മള് ഇതില് ഈ പ്രസ്ഥാനത്തിൽ നിന്നിട്ട് നമുക്ക് ചീത്തപ്പേരല്ലേ കിട്ടിയത്, നല്ലതൊന്നും കിട്ടിയില്ലല്ലോ. നമസ്കാരം. യദു മേയർ വിഷയത്തില് യദു ഇപ്പോഴും ജോലിയില്ലാതെ ഭരണാധികാരികളുടെ അവഗണനയ്ക്ക് വിധേയനായി പുറത്തു നിൽക്കുകയാണ്. നമ്മുടെ ഭരണാധികാരികളുടെ പ്രിയപ്പെട്ടവരുടെ അപ്രീതിക്ക് പാത്രമായി എന്ന ഒരൊറ്റ കാരണമാണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റമായി കേരളീയ സമൂഹം മനസ്സിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അദ്ദേഹവുമായി ഞാനൊരു അല്പസമയം സംസാരിച്ചിരുന്നു. ആ സംസാരിച്ചതിൽ ഞാൻ അവസാനം ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന് മറുപടിയായി ഒരു ആക്സിഡന്റ് കൂടി കടന്നു വന്നതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം രണ്ടാമത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് കരുതിയത്. മാത്രമല്ല, വീഡിയോ വളരെ വലിയ ദൈർഘ്യമുള്ളൊരു വീഡിയോ ആയി പോകും എന്നുകൂടി കാരണമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവസാനം ഞാൻ ചോദിച്ച ചില ചോദ്യങ്ങളും അതിൻ്റെ മറുപടിയും, പിന്നെ യദു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് മുന്നിൽ നടന്ന ഒരു KSRTC ബസ് അപകടവും അതാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. ഇതുമായിട്ടുള്ള സംഭാഷണം തുടരുന്നു. ജോലിയിൽ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ഓടിക്കൂലേ? ഓടിക്കും, പിന്നെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഓടിക്കും. എന്റെ ആഗ്രഹമല്ലായിരുന്ന. ഒരു മന്ത്രി പറഞ്ഞ കേട്ടില്ലേ, ബംഗാളിയെ വെച്ച് ഓട്ടിക്കൂന്ന് 715 രൂപ. യദുവിന് ഓടാൻ വയ്യെങ്കിൽ ബംഗാളിയെ വെച്ച് ഓട്ടിക്കൂന്ന്. അപ്പം നമ്മള് 715 രൂപയ്ക്ക് ഓടണമെങ്കിൽ അതിന്റെ 100ന്റെ ഇരട്ടി ശതമാനം റിസ്ക് എടുത്താണ് ഓടുന്നത്. ഇന്നലെ തന്നെ നമ്മുടെ ഇവിടെ വെള്ളാണി ജംഗ്ഷനില് വെള്ളർഡ ഡിപ്പോയിലെ ഒരു വണ്ടി നിർത്തി വെട്ടുന്ന ഓറഞ്ച് കത്തി റെഡില് ബൈക്ക് ചവിട്ടി നിർത്തിയ ബൈക്കുകാരനെ ഇടിച്ചു തെറിപ്പിച്ചു. വണ്ടിയുടെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. ഇടിച്ചു തെറിപ്പിച്ചിട്ട് അങ്ങേര് ഇറങ്ങി വന്നിട്ട്, ഞാൻ എന്റെ മോനെ സ്കൂളിൽ കൊണ്ടാക്കുന്ന വഴിക്കായിരുന്നു. അപ്പൊ ഞാൻ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നപ്പോഴും ആ ബസ്സും ആ ബൈക്കുകാരനും കൂടെ തർക്കത്തിലാണ്. അപ്പൊ ഞാൻ ബൈക്ക് വെച്ചിട്ട്, നമ്മളൊന്നുമില്ലെങ്കിലും KSRTC ഡ്രൈവർ അല്ലേ, ഞാൻ പോയി സംസാരിച്ച് എന്താണ് ചേട്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, ഞാൻ ഇവിടെ ബ്രേക്ക് ചവിട്ടി നിർത്തിയപ്പോ എന്റെ ബാഗിൽ കൊണ്ടുവന്ന് ഇടിച്ച് ഞാൻ ഇത്രയും ദൂരം ഒരഞ്ഞു പോയിക്കുന്ന പാട് കിടക്കുന്ന റോഡിൽ. അങ്ങനെ ബാക്ക് മൊത്തം ചന്നാ അപ്പൊ ഞാൻ ചോദിച്ചപ്പോ, ഡ്രൈവറിന്റെ അടുത്ത് ചോദിച്ചപ്പോ, അത് ഞാൻ വണ്ടിയും കൊണ്ട് വന്നപ്പോ ബൈക്കുകാരൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ, അപ്പൊ അങ്ങേര് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോ ചേട്ടൻ ബ്രേക്ക് പിടിക്കാറുണ്ട്. അത് ഞാൻ പെട്ടെന്ന് പിടിച്ചപ്പോ കിട്ടിയില്ല, ബ്രേക്ക് കിട്ടിയില്ല, ബാക്കിൽ പോയി ഇടിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഓറഞ്ച് കത്തിയത് കണ്ട, അപ്പൊ അവിടെ ബ്രേക്ക് കുറവുള്ള വണ്ടി നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഓടണം. പെട്ടെന്ന് ഇതേപോലെയുള്ള ബൈക്കുകാർ ചവിട്ടുമെന്നുള്ള ഓർമ്മ വേണ്ടേ. അപ്പൊ കൊണ്ടുവന്ന് ഇടിക്കുമ്പോഴത്തേക്ക് എന്നിട്ട് പറയണേ, എനിക്ക് 715 രൂപയാണ് ചേട്ടാ, എനിക്ക് ഇത് നന്നാക്കാനൊന്നും പൈസ ഇല്ലാന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അടുത്ത് കരയുന്നു. അപ്പൊ ഞാൻ ഈ വണ്ടി നീക്കി വണ്ടി അവിടെ നിന്ന് ബ്രേക്ക് പിടിച്ചിരിക്കുന്ന പാട് നോക്കി, ടയറിന്റെ പാട്. അപ്പൊ ഇടത് സൈഡ് ബാക്ക് ടയർ മാത്രമേ ഈ ഒരഞ്ഞു പോയിരിക്കുന്ന പാടുള്ളൂ. ബാക്കി 4 സൈഡും ടയർ പിടിച്ചിട്ടില്ല റോഡിൽ. അതായത് സ്ലാക്കർ ഇടത് സൈഡും വലത് സൈഡിൽ ഒരു സൈഡിൽ മാത്രമേ ബ്രേക്ക് ഉള്ളൂ, ബാക്കി ഒരു സ്ഥലത്തും പിടിക്കുന്നില്ല. അപ്പൊ ഡ്രൈവറിന്റെ തലയിലാണ് ഇതൊക്കെ വരുന്നത്. വണ്ടി നന്നാക്കാതെ കറക്റ്റായിട്ട് വണ്ടി ബ്രേക്ക് പിടിച്ചാൽ കിട്ടാത്ത വണ്ടിയും കൊണ്ടുപോയിട്ട് പാവപ്പെട്ട 715 രൂപയുള്ള എന്നെ പോലെയുള്ള പാവപ്പെട്ട ആൾക്കാരെ പെടലില് നാട്ടുകാർ കുതിര കയറുമ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ, ബാക്കിയുള്ള മേളിലുള്ള ആൾക്കാരെല്ലാരും പറയുന്നതെന്ന് വെച്ചാൽ അവന്റെ പേരിൽ നടപടി എടുക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറയും. എന്നിട്ട് ഞാൻ പറഞ്ഞു, ആ കൈ ഒടിഞ്ഞ കൈ അങ്ങേർക്ക് നേരത്തെ ആക്സിഡന്റ് പറ്റി കൈ ഒടിഞ്ഞിരുന്നതാണ്, ചെറുതായിട്ട് നീരടിച്ചു. ഞാൻ കണ്ടക്ടറിന്റെ അടുത്ത് പറഞ്ഞ്, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ആളുകളെ കയറ്റി വേറെ വണ്ടിക്ക് വിട്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കുകയോ വേറെ വണ്ടിക്ക് വിടുകയോ ചെയ്യും. നിങ്ങൾ ഒരാളെ തട്ടിയിട്ടിട്ട് നിങ്ങളെ ബാക്കിൽ വന്ന് ഇടിച്ചിട്ട് ന്യായമല്ല പറയണ്ട, എന്നാ പറ്റിപ്പോയി അല്ലെങ്കിൽ ചവിട്ടിയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അത് സോൾവ് ചെയ്ത് മാറ്റുക, അതല്ലാതെ ഇങ്ങനെ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം കണ്ടക്ടർ പറഞ്ഞു, നിന്റെ പേരിൽ കേസ് എടുക്കും, വണ്ടിയില ആളെ ഇറക്കി വിടാൻ നോക്കിയെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ആളെ ഇറക്കി വിടാനല്ല, ഈ പാസഞ്ചറിനെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ തർക്കിക്കുമ്പോ പാസഞ്ചറിനെയൊക്കെ ഒത്തിരി ആവശ്യങ്ങൾക്ക് പോകാനുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾ അടുത്ത വണ്ടി കയറ്റി വിടുക, എന്നിട്ട് നിങ്ങൾ തർക്കിക്കുക, റോഡിന്റെ നടുക്ക് ഇട്ടേക്കുന്ന പോലീസ് വന്നിട്ട് വണ്ടി എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് നടുക്കങ്ങ് ഇട്ടേക്ക്. ഞാൻ ചോദിച്ചു, അപ്പോൾ ഞാൻ പോലീസിനെ ഞാനും വിളിക്കുകയും ചെയ്തു. വിളിച്ച് പോലീസ് വന്നു, പറഞ്ഞ കേസ് ഉണ്ടെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ബൈക്ക് ഓടിച്ച ആളെടുത്ത് കൊണ്ടുവന്ന് കേസ് കൊടുക്കാമെന്ന്. അവന് പരാതിയൊന്നും ഇല്ല. ഞാൻ ആ പയ്യന്റെ അടുത്ത് സംസാരിച്ച് മാക്സിമം സോൾവ് ചെയ്താണ് ഞാൻ വിട്ട. ചേട്ടാ, പരാതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾക്കൊന്നും കിട്ടാനും പോകുന്നില്ല,
ഇപ്പൊ അങ്ങേർക്ക് 715 രൂപയുള്ളൂ, അങ്ങേര് 715 രൂപയിൽ 500 രൂപ പോലും ചേട്ടന് തന്നു കഴിഞ്ഞാൽ ചേട്ടന്റെ ഈ വണ്ടിയുടെ സെറ്റ് മാറ്റാൻ പോലും ചേട്ടന് തികയില്ല. പിന്നെ പാവപ്പെട്ടവന്റെ 500 രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രാക്കും കൂടെ നിങ്ങൾക്ക് എന്തിനാണ്? നിങ്ങൾ ഇപ്പം ചെറുതായിട്ടൊന്ന് തട്ടി ഇങ്ങനെ ഒരഞ്ഞതേ ഉള്ളൂ. മനുഷ്യനല്ലേ, ഇത്രയൊക്കെ ക്ഷമിക്കണം. അദ്ദേഹത്തിന്റെ പൈസ 715 രൂപയുള്ളൂ. ഇത് ഇപ്പൊ വണ്ടിയുടെ ഗ്രില്ലൊക്കെ പോയി KSRTC ഫ്രണ്ടില്, ആ ഗ്രില്ലൊക്കെ പോയെങ്കിൽ അദ്ദേഹം ഈ വണ്ടി ഡിപ്പോയിൽ കൊണ്ടുചെല്ലുമ്പോ അതിന്റെ കോസ്റ്റ് ഓഫ് ഡാമേജ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. ഒരു ഡ്രൈവറിന്റെ അവസ്ഥ ഇതാണ്. അപ്പൊ നമ്മള് വണ്ടി ഓടിച്ചു പോകുമ്പോ എന്തെങ്കിലും പരിക്കോ കാര്യങ്ങളോ പറ്റി കഴിഞ്ഞാൽ അത് ഡ്രൈവർ കൊടുക്കേണ്ടി വരുമോ അതിനുള്ള പേയ്മെന്റ്? പിന്നെ അല്ലാതെ ഈ എംപാനൽ ഡ്രൈവർമാർക്ക് ഇതാണ് കുഴപ്പം. എംപാനൽ എന്ന് പറയുമ്പോഴത്തേക്ക് എംപാനൽ 715 രൂപ ശമ്പളമേ ഉള്ളൂ. പക്ഷെ വല്ലതൊക്കെ വന്നു കഴിഞ്ഞാലും ആ ഡ്രൈവർ കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ കിട്ടുന്ന ശമ്പളം തിരിച്ച് കൊടുത്തിട്ട് പോകേണ്ടി വരും. തിരിച്ച് കൊടുക്ക. ഇപ്പൊ നമ്മളിപ്പോ ഇറങ്ങി പോകുമ്പോ 10,000 രൂപ, അതല്ലേ ഞാൻ പറഞ്ഞ എന്റെ 10,000 രൂപ തിരിച്ചു തന്ന് എന്നൊന്ന് പറഞ്ഞു വിടണമെന്ന് തന്നെ. അത് ഇനി ഇവര് എന്തെങ്കിലും കോസ്റ്റ് ഓഫ് ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് അതിൽ പിടിക്കും ഈ 10,000. അപ്പൊ വണ്ടിക്ക് ഇൻഷൂർ ഇല്ലേ? വണ്ടിക്ക് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മുടെ നമുക്ക് തന്നു വിടുന്ന വണ്ടിക്ക് ഇൻഷുർ ഉണ്ടോ ഇതൊക്കെ നോക്കിയിട്ടല്ലല്ലോ നമ്മൾ പോണ. റൂട്ടിൽ അവര് എല്ലാം ചെക്ക് ചെയ്തല്ലേ തരുന്നത്. മിക്ക വണ്ടിക്കും ഇത് അടിച്ചു നോക്കുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, ഓരോരുത്തർ ഓരോ ചാനലിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഈ അവസ്ഥ ഇതാണ്. ചിലപ്പോ ചവിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞ് കോണിച്ച് നിൽക്കുന്ന വണ്ടി, ചിലപ്പോ ചവിട്ടി കഴിഞ്ഞാൽ ഇടിച്ച് ഫ്രണ്ടിലുള്ളവരെ ഇടിച്ചിട്ടോണ്ട് പോകുന്ന വണ്ടികളൊക്കെ ആയിരിക്കും. ബ്രേക്ക് കിട്ടില്ല. സ്ലാക്കറൊക്കെ കംപ്ലൈന്റ് ആണ് മിക്ക വണ്ടി. ഇപ്പൊ KSRTCയിലുള്ള വണ്ടികളെല്ലാം സ്ലാക്കർ കംപ്ലൈന്റ് ആണ്. ഇടയ്ക്ക് ഈ ബ്രേക്ക് കിട്ടുന്ന ജനറൽ വണ്ടിയേക്കും പുതിയ ഇറങ്ങിയ വണ്ടിയേക്കും മാത്രമേ ഇപ്പൊ ബ്രേക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലാം സ്ലാക്കറുകൾ കംപ്ലൈന്റ് ആണ്. സ്ലാക്കർ ഇല്ല, സ്റ്റോക്ക് ഇല്ല. അപ്പൊ തിരുവനന്തപുരത്ത് അപകടം സംഭവിച്ച ബൈക്കിനിടിച്ച വണ്ടിക്ക് തന്നെയായിരുന്നു പ്രശ്നം. സ്ലാക്കർ അത് കംപ്ലൈന്റ് ആയിട്ടാണ്. അതായത് നമുക്ക് ടയറിന്റെ മാർക്ക് കാണുമ്പോ അറിയാലോ, ഒരു ഡ്രൈവർ അല്ലേ ഞാൻ. ടയറിന്റെ മാർക്ക് കാണുമ്പോ അറിയോ, പിടുത്തം കിട്ടാതെ ബാക്കിൽ വലത് സൈഡിലെ ടയർ മാത്രം പിടിച്ച് ഇഴഞ്ഞ് വന്നിക്കണ പാട് കിടപ്പുണ്ട്. ബാക്കി ഒരു ടയറിന്റെ പാടില്ല, മാർക്കില്ല റോഡിൽ. അപ്പൊ അതാണ് കേസ്. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥകൾ. നമ്മുടെ അവസ്ഥകൾ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനും നമുക്കും ഭാഗ്യം ഉണ്ടെങ്കിൽ തിരിച്ചു വരാം, അല്ലെങ്കിൽ നാട്ടുകാർ പഞ്ഞിക്കിടും. അതാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നോണ്ട് ഞാൻ ഇടപെടും. എന്താ വെച്ചാൽ പ്രൈവറ്റ് ബസ് ആയാലും KSRTC ആയാലും നമ്മളെ പോലെ ഒരു ഡ്രൈവറാണ്. ഞാൻ ഇടപെടും. നമ്മളെ നാട്ടുകാർ അവിടെ ആട്ടോക്കാരന്മാരൊക്കെ വന്നിട്ട് അദ്ദേഹത്തിനെ പെരുമാറാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് പോരും. ഞാൻ സൈഡിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ മാറിയേക്ക്, ഞാൻ സംസാരിച്ചോട്ടെ, എന്താണ് കേസെന്ന് ഞാൻ ചോദിച്ചിട്ട് ഞാൻ കാര്യം പറയാം. ഞാൻ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു എന്നെയും കൂടെ ഇടിക്കുമെന്നാണ് വിചാരിച്ചത്. സിഗ്നല് റെഡ് കത്തി കിടന്നിട്ട് വണ്ടി കയറി വന്ന് ഇങ്ങനെ ഇടിച്ച് നിരക്കി കൊണ്ടുപോയി. ടയറിന്റെ അടിയിലാവേണ്ട ഭാഗ്യം. ഈ പോലീസുകാരെ വിളിച്ചപ്പോഴത്തേക്ക് ഏതുവാണ് വിളിച്ചതെന്ന് പോലീസുകാർക്ക് മനസ്സിലായോ? വന്നപ്പോഴത്തേക്ക് പറഞ്ഞു ഇനി വേറെ ആരും വേണ്ടല്ലോ, ഇതേ നമ്പറൊക്കെ ഉണ്ടല്ലോ, നമ്പറുണ്ട്, വണ്ടിയുടെ നമ്പറുണ്ട്. ഞാൻ പറഞ്ഞു സാറേ എൻ്റെ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളും ഉണ്ട്, ഈ ബൈക്ക് യാത്രക്കാരന് വലിയ കുഴപ്പമില്ല, അയാളാവുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കാം എന്നൊക്കെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ക്ലിയർ ആയി. ബൈക്ക് യാത്രക്കാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു പരാതിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിന്റെ കളക്ഷൻ പൈസ, ഈ ട്രിപ്പ് കട്ട് ചെയ്തതിന്റെ പൈസയൊക്കെ ചേട്ടൻ്റെ എന്ന് വാങ്ങും. അപ്പം അതിനെക്കാട്ടി നല്ലത് 500 രൂപ എടുത്ത് മെഡിസിൻ വാങ്ങിച്ച് കയ്യിൽ പുരട്ടുകയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ തീർന്നു. അല്ലെങ്കിൽ 500 രൂപ ഇനി ചേട്ടന് കിട്ടിക്കഴിഞ്ഞാൽ 10,000 രൂപ 1,00,000 ചേട്ടന്റെ പേരിൽ കേസാവുന്നു. അപ്പൊ അത് പറഞ്ഞപ്പോ ആൾക്ക് ബോധിച്ചു, ആള് ഉണ്ടാതെ പോയി. തെറ്റ് KSRTCന്റെ ഭാഗത്താണെങ്കിലും അവിടെ ശിക്ഷ വരാൻ പോകുന്നത് ബൈക്കാരനാണ്. അത് ബോധിപ്പിച്ചു കൊടുത്തു. തെറ്റ് KSRTCയുടെ ഡ്രൈവറിന്റെ ഭാഗത്തല്ല, KSRTCയുടെ ഭാഗത്തുമല്ല, ഡ്രൈവറിന്റെ ഭാഗത്തുമല്ല. ഇതിന്റെ സ്പെയർ ഇല്ലാത്തതിന് KSRTC കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു യന്ത്രത്തിന് ചവിട്ടി നിർത്തണമെങ്കിൽ അതിനുമുള്ള തേയ്മാനം സംഭവിക്കാത്ത സാധനങ്ങൾ കറക്റ്റ് ആയിട്ട് എല്ലാ ടയറിലും ബ്രേക്ക് പിടിക്കുന്ന രീതിയിലാവണം. ഇത് ഒരു ചവിട്ടി ഇപ്പൊ ബ്രേക്ക് എന്റെ അവിടെ നിന്നായാലും കൊള്ളിച്ച് തരും. കൊള്ളിച്ച് തന്ന് 2-3 ട്രിപ്പ് കായംകുളം അല്ലെങ്കിൽ കൊല്ലം എത്തുമ്പോഴത്തേക്ക് ബ്രേക്ക് 2 ചവിട്ട് ഓട്ടുമ്പോ വണ്ടി റോഡിൽ കൂടെ ഓടിക്കുമ്പോൾ പലതവണ ബ്രേക്ക് അപ്ലൈ ചെയ്യില്ലേ. അപ്പൊ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോ പിന്നെ കിട്ടാത്തൊരവസ്ഥ വരും. പിന്നെയും അടുത്ത ഡിപ്പോ കയറി കൊള്ളിക്കുന്നു പോകുന്നു, അടുത്ത ഡിപ്പോ കയറി കൊള്ളിക്കുന്നു പോകുന്നു. അവിടെ എത്തുമ്പോഴത്തേക്ക് 3 മണിക്ക് എത്തേണ്ട വണ്ടിയാണെങ്കിൽ പിറ്റേ ദിവസം 4 മണിയാവും. അതാണ് അവസ്ഥ. നാട്ടുകാർ ആരെ ചീത്ത വിളിക്കും? ഡ്രൈവറിനെയും കണ്ടക്ടറിനെ. ഇത് ചെയ്യുന്ന ആൾക്കാർ ആരും ചീത്ത വിളിക്കില്ല. ഇത്രയും പൈസയും തന്നിട്ട് ലേറ്റായിട്ട് വണ്ടി ഓടുന്നു. എന്നാൽ സ്പീഡിൽ പോയാൽ കുറ്റം, സ്പീഡ് കുറഞ്ഞ കുറ്റം,
വണ്ടി എവിടെയെങ്കിലും തട്ടേ മുട്ടേ ചെയ്തതിന് കുറ്റം എല്ലാത്തിനും കുറ്റം ഡ്രൈവറിനും കണ്ടക്ടറിനും മാത്രം. മേളയിരിക്കുന്ന ആർക്കും ഒന്നും അറിയണ്ട.